സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ജസ്ന സലീം ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചിട്ട് ഫേമസ് ആയ ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉസ്താദിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയുന്ന ഒരു ഉസ്താദ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 പ്രളയം വന്നപ്പോഴേ നമ്മുടെ നാട് മുഴുവൻ മുങ്ങിയ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ ഒരു പ്രളയത്തിൽ നമ്മൾ ഒരുപാട് പേരെ അന്ന് രക്ഷിച്ചിട്ട് നമ്മളൊരു സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നു. ആ സ്കൂൾ കുറച്ച് കഴിയുമ്പോഴേക്ക് അതും മുങ്ങാൻ തുടങ്ങി. അവിടുന്ന് പിന്നെ എവിടെയും പോകാനില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ ഉസ്താദ് വന്നിട്ട് പള്ളിയുടെ വരാന്തിയും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് പറഞ്ഞു, എല്ലാവരെയും ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇതുവരെ പള്ളിയിൽ കയറാതെ ആൾക്കാർ കൂടിയിട്ട് അന്ന് ഈ പ്രളയം വന്നപ്പോഴേ, അതായത് പള്ളിയിൽ പിന്നെ എനിക്ക് തോന്നുന്നത് മുസ്ലിം പള്ളിയിൽ അങ്ങനെ അന്യമതസ്ഥർ കയറില്ല എന്നാണ്. ഏതായാലും ആ ഉസ്താദ് പറഞ്ഞു ജീവനാണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും വലുത്, ബാക്കിയെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ആ പള്ളിയിൽ എനിക്ക് തോന്നുന്നു 2-3 ദിവസം അവിടെയായിരുന്നു ഒരുപാട് കുടുംബങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ കണ്ട ഉസ്താദന്മാരും അതുപോലെ തന്നെ ഒരുപാട് മദ്രസ പഠനം നടത്തുന്ന നല്ലവരായ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ജസ്ന സലീം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരാൾ ചെയ്ത കാര്യത്തിന് ഇങ്ങനെ മുഴുവനായിട്ട് അങ്ങ് പള്ളു പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം ജസ്ന പറയുന്നത് ഇവരെ ആരോ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. അതായത് 2019 ഇവരെ ക്രൂരമായിട്ട് ഒരുത്തൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെന്താ ഇവിടെ ഒരു നിയമമോ കാര്യങ്ങളോ ഒന്നുമില്ലേ? അതിൻ്റെ അകത്ത് ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം, എന്നെ കൊണ്ടുപോയത് രതീഷാണ്. രതീഷ് എന്ന് പറയുന്ന ഒരുത്തനാണ് എന്നെ പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെയാണ് ഞാൻ ഇവൻ്റെ കൂടെ പോയത്. ഇവനും ഹിന്ദു മത വിശ്വാസിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവൻ്റെ വീട്ടിൽ പോയപ്പോൾ ആരെയും കണ്ടില്ല. അതായത് ഒരു ഡോക്ടറാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ആരെയും കണ്ടില്ല. കാണാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് എന്നെ കയറിപ്പിടിച്ച് കീഴ്പ്പെടുത്തി. അതുമാത്രവുമല്ല എൻ്റെ വീഡിയോയും എടുത്തു എന്നുള്ളതാണ്. അതായത് കീഴ്പ്പെടുത്തുക മാത്രമല്ല ഇവരുടെ വീഡിയോയും എടുത്തു. ഏതായാലും കുറച്ച് കാര്യം കേട്ടിട്ട് വരാം നമുക്ക്. എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം, സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാൺ എന്നാണ്, ഇവൻ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത്. അവന് ഹിന്ദു മതക്കാരനാണ്, അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ്. ഇല്ല, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ്. ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ്, ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതിലെ എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ ഒരാളാല് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ എവിടെ എന്ത് പ്രശ്നം വരുമ്പോ ഈ ഉസ്താദിനെ പറ്റി ഞാൻ പറയുന്നത്, എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനത്തോളാക്കി എടുക്കാൻ കാരണക്കാരനായത് ശരിക്കും ആ ഉസ്താദാണ്. ഉസ്താദ് മതഭ്രാന്ത് ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്കോ എന്റെ കുടുംബത്തിന് ഈറ്റ ഗതി വന്നത്. മർദ്ദിച്ചതുള്ളോ ലൈംഗികമായി നിങ്ങളെ ദുരുപയോഗം ചെയ്തെന്നാണ്? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ കെട്ടിയിട്ടിട്ടാണ്. അതായത് 2019 നടന്ന ഒരു സംഭവം എന്നാണ് പറയുന്നത്. ഒരു സുഹൃത്ത്, അതായത് ഒരു പിന്നെ രതീഷ അങ്ങനെ പറഞ്ഞൊരു സുഹൃത്ത്, എന്നിട്ടും ഇപ്പോഴും അത് സുഹൃത്താണെന്ന് അംഗീകരിക്കുന്ന മനസ്സുണ്ടല്ലോ, അതൊരു കണക്കിന് ഭയങ്കര പുണ്യം തന്നെ കേട്ടോ. എൻ്റെ പൊന്ന് ജസ്ന, ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ജസ്നയോട് പറയാനുള്ളത്, അതായത് ഇതൊരു ബിസിനസ് തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജസ്ന ഈ പിന്നെ കൃഷ്ണനെ വരച്ചു കൊടുക്കലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്നയുടെ കാര്യസാധ്യത്തിനാണ്, അല്ലാതെ വേറെ ഒരു തേങ്ങ അതിൻ്റെ അകത്തില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്നയെ കാട്ടി നല്ല അടിപൊളിയായിട്ട് ഒരുപാട് പേര് കൃഷ്ണനെയല്ല എല്ലാ ദൈവങ്ങളെയും വരക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഫേമസ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഹിന്ദു മതത്തിലുള്ളത് കൊണ്ട് മാത്രം അവരൊന്നും ഫേമസ് അല്ല. അതാണ് ആലോചിക്കേണ്ടത്. നമ്മളെല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സാണ് മെയിൻ നടന്നത്. ഇപ്പോഴും ജസ്നയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഓർഡർ നൽകിയിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് BJP-കാരാണ്. അതായത് BJP ആയിട്ടാണ് ജസ്നയ്ക്ക് നല്ല ബന്ധം. സുരേഷ് ഗോപിയെല്ലായിട്ട് നല്ല ബന്ധമാണ്. ഇത്രയൊക്കെ ബന്ധമുള്ള ജസ്നയ്ക്ക് എന്തുകൊണ്ടൊരു കംപ്ലൈൻറ്റ് കൊടുത്തൂടാ? ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട്, അതായത് ശരിക്കും ജസ്നേൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഈ വ്യക്തിനെ പിടിച്ച് ഉള്ളിലിടാലോ. ഈ വ്യക്തി ഇത്രയും ക്രൂരത കാണിച്ചിട്ടും അവൻ്റെ അമ്മയുടെ കാല് പിടിക്കാൻ പോയിരിക്കുന്നത് എന്തിനാണ്? അവൻ്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അവൻ്റെ അമ്മയുടെ കാല് പിടിക്കുന്നത്? നേരെ പോലീസ് സ്റ്റേഷനിലല്ലേ പോയിട്ട് പറയേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണം എന്നെ ഇങ്ങനെ ചെയ്തു എന്ന്. ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്പീലില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു സ്ത്രീ പറയുന്ന എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് എന്നെ ചെയ്തു എന്ന്. അതുമാത്രവുമല്ല, ഒരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഓടാൻ ശ്രമിക്കൂലേ? ഇല്ലെങ്കിൽ അവിടുന്ന് ഒച്ച വെച്ചിട്ട് 2 ആളെയും കൂട്ടാൻ ശ്രമിക്കൂലേ? ഇതൊക്കെ നമുക്ക് തോന്നിയൊരു സംശയമാണ്. അല്ല, ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളാണ് തോന്നിയത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഭർത്താവിനെ അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇപ്പോഴും കിട്ടിയ ആ ഒരു ധൈര്യം എന്താ അന്ന് കിട്ടിയിട്ടില്ലേ?
അന്നും ഈ പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു 2015 മുതൽ തന്നെ ഈ ജസ്ന ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര താരം തന്നെയാണ്. ഈ കൃഷ്ണഭക്തിയാണ്, കൃഷ്ണൻ്റെ പിന്നെ ഫോട്ടോ വരക്കുന്നത് കൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ധൈര്യം കിട്ടാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജസ്നേൻ്റെ പേരിലും കുറേ കംപ്ലൈൻറ്റുകൾ ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. അതായത് ഹണി ട്രാപ്പ് പോലെയുള്ള സംഭവങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ജസ്ന ഇപ്പോഴും പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളാണ് കേൾക്കുന്നവർക്ക് വരുന്നത്. അതായത് ഇനി ജസ്നയുടെ പ്രശ്നം എന്താണ്, എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ വന്ന് പറയുന്നത്? അതുമാത്രവുമല്ല, ഈ രതീഷും മറ്റവനും എല്ലാ തെമ്മാടിത്തരവും കാണിച്ചതിനും ഉസ്താദ് എന്ത് പഴിച്ചു? ആ പാപം ഉസ്താദിന് എന്തിനാണ് മതഭ്രാന്തനെങ്കിലും പറയുന്നതെന്ന് എനിക്കറിയില്ല. അയാൾ എന്ത് മതഭ്രാന്താണ് കാണിക്കുന്നതെന്നും എനിക്കറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജസ്ന താമസിക്കുന്ന സ്ഥലത്ത് ജസ്ന മാത്രമായിരിക്കില്ലല്ലോ, അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവൂലേ. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴും എന്ന് പറയുന്നത് ഈ പിന്നെ ഇപ്പം മുസ്ലിം സമുദായം തന്നെയാണെങ്കിലും എല്ലാ മുസ്ലിങ്ങളും എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞതിന് അങ്ങനെ ചൂട്ടുപിടിക്കത്തൊന്നുമില്ല. അവരും വ്യത്യസ്തരായ അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉസ്താദന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എന്ന് പറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരും. അതുമാത്രവുമല്ല, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും ഉണ്ട്. ഇപ്പോൾ പൂജാരിമാരുണ്ട്, നല്ലതും പടക്കൂല്ലേ. അതുപോലെ തന്നെ പള്ളിയിലേച്ചന്മാർ നല്ലതും പടക്കൂല്ലേ. എല്ലാത്തിലും നല്ലതും പടക്കമുണ്ട്. അതിലെന്ന് പറയുന്ന എല്ലാവരെയും അടച്ചങ്ങ് ആക്ഷേപിക്കുക, അതുപോലെ തന്നെ അങ്ങ് എന്നാ പറയേണ്ടത്, ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഈ ജസ്നീൻ്റെ അകത്ത് കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടക്കുന്നത് ഞാൻ കണ്ടു. ഈ കരച്ചിലും പിഴിച്ചിലും അല്ല ജസ്ന നടത്തേണ്ടത്, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവേണ്ടത്, അവിടെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവേണ്ടത്, അതാണ് വേണ്ടത്. ഏതായാലും തുറന്നു പറഞ്ഞില്ലേ, ഇനി പോയിട്ട് ധൈര്യത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യണം. അവൻ പുറത്തിറക്കുന്ന സാധനം ഇറക്കട്ടെ. ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടിട്ട് അവൻ പറയുന്ന എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട് എന്ന്. അതെന്ന് പറയുന്ന അവന് തന്നെ ഭാര്യയായിട്ടല്ലേ വരുക. ഒരാളെ കെട്ടിയിട്ടിട്ട് റേപ്പ് ചെയ്യുന്ന ഒരു പിന്നെ ഈ വീഡിയോ ഒരുത്തൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ കയ്യിൽ വെച്ചവനാണ് ഏറ്റവും വലിയ പ്രശ്നം വരിക. പിന്നെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അവൻ പബ്ലിഷ് ചെയ്യട്ടെ, ധൈര്യമായിട്ട് പോയിട്ട് ചെയ്തോ, ധൈര്യമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുക, അത്രമാത്രം അവിടുന്ന്. അല്ലാതെ ഇവിടെ ആരും ഒന്നും ഇതാക്കാനൊന്നും പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഫോട്ടോ വരക്കൽ അതൊരു ഭക്ത മാത്രമല്ല, അതൊരു ബിസിനസ്സും കൂടിയാണ്. അതും കൂടി പറയാലോ. കാരണം എന്താ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഈ ഫോട്ടോ വരയ്ക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എന്താണെന്നല്ലേ, അവർക്കൊന്നും എന്ന് പറയുന്നത് വേറൊന്നും അറിയില്ല. പക്ഷേ ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് എവിടെ പിടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയാം. ഇന്ന സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഫേമസ് ആവും എന്നറിയാം. അതുകൊണ്ട് ജസ്നക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടി. അതായത് പ്രധാനമന്ത്രിയെ പോലെയുള്ളവർക്ക് ഈ ഫോട്ടോ കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ സുരേഷ് ഗോപിയായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം സ്വന്തം സഹോദരിയെ പോലെ. അതുമാത്രവുമല്ല, സുരേഷ് ഗോപി എവിടെ പോയി കഴിഞ്ഞാലും ജസ്നക്ക് പോയിട്ട് കാണാനും സംസാരിക്കാനുമുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ജസ്ന ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു എതിർപ്പുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയുന്ന ഒരു കല, ആ കല എങ്ങനെ വിൽക്കണമെന്ന് നമ്മൾ നോക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റേ കാര്യം അതായത് ഈ പിടിച്ചു കെട്ടിയിട്ട കാര്യം എത്രയും പെട്ടെന്ന് പോയിട്ട് കേസ് കൊടുക്കുക. പിന്നെന്ന് പറയുന്നത്, താങ്കൾ ഈ പറയുന്നത് പോലെ ഹിന്ദു സഹോദരങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായി കഴിഞ്ഞാലും ചതിക്കാത്ത സഹോദരങ്ങൾ, ചതിക്കാത്ത കൂട്ടുകാർ, അത് നമുക്ക് നെഞ്ചിൽ തന്നെയാണ് അവരുടെ സ്ഥാനം എന്നുള്ളതാണ്. അല്ലാതെ ഈ ചതിയന്മാരെ വീണ്ടും എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾക്ക് നല്ലവരായിരിക്കും സുഹൃത്തുക്കളെ, പക്ഷേ താങ്കളോട് സംസാരിക്കുന്ന ചില ടീമുകൾക്ക് മനസ്സിൽ ഇടുപൊട്ടിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ, ഈ വളവുമായിട്ടൊന്ന് കുഴയാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് അകലം പാലിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. ഇതിലും വലുതിന് വരാനുണ്ട്. നന്ദി, നമസ്കാരം.